നഗരത്തിൽ നിന്നും ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയുള്ള കുടുപ്പ് എന്ന് പറയുന്ന പ്രദേശത്താണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മൈതാനത്താണ് ഈ കഴിഞ്ഞ ഞായറാഴ്ച ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത്. ആ ക്രിക്കറ്റ് ടൂർണമെന്റിന് ഇടയിലാണ് വയനാട് പുൽപ്പള്ളി സ്വദേശിയായിട്ടുള്ള അഷറഫിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ഇവിടെ വെച്ച് നടന്ന ഈ മൈതാനത്ത് വെച്ച് നടന്ന ക്രിക്കറ്റ് ടൂർണമെന്റിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ആ ടൂർണമെന്റിന്റെ ഭാഗമായി ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഭാഗമായി സജ്ജീകരിച്ച ആ സ്റ്റെമ്പുകൾ, അതിന്റെ മറ്റ് ഈ ക്രിക്കറ്റിന്റെ പ്രചാരണത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഫ്ലക്സ് ബോർഡിന്റെ അവശിഷ്ടങ്ങളും മറ്റ് ഈ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ ഉപേക്ഷിച്ച നിലയിലൊക്കെ നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ ടൂർണമെന്റിനിടെ, വൈകിട്ട് നടന്ന ടൂർണമെന്റിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് 25ഓളം വരുന്ന ആൾക്കാർ, ആക്രമികൾ അഷറഫിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. നാട് തന്നെ ഞെട്ടുന്ന കണക്കത്തുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അഷറഫ് എന്ന് പറഞ്ഞ ഈ പയ്യനെ ഉണ്ടെങ്കിൽ മാംഗ്ലൂരിൽ 20-25 പേര് ചേർന്നുണ്ടെങ്കിൽ അതിക്രൂരമായിട്ടുണ്ടെങ്കിൽ അടിച്ചു കൊന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തുവാണ് അത് യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. അവിടെ ഉള്ളവരടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഇതേ കണക്കുണ്ടെങ്കിൽ ഇവനുണ്ടെങ്കിൽ പാകിസ്ഥാന് വേണ്ടി ജയ വിളിക്കുക, അതിനെ തുടർന്നുള്ള ദേഷ്യത്തിലാണ് ക്രിക്കറ്റ് മൈതാനത്തിൽ വെച്ച് അവനെ അടിച്ചു കൊന്നതെന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്ന അടിച്ചു വന്നവന്മാർ പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് ശരിയാണെന്നോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. വേറെ എന്തെങ്കിലും കാര്യം ആവാനും ചിലപ്പോൾ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് തന്നെ ആവാനും സാധ്യതയുണ്ട്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതേ കണക്കുള്ള കേസ് ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ കണക്ക് ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുമുണ്ട്. ചിലതൊക്കെ നമ്മൾ അറിയും, ചിലതൊന്നും നമ്മൾ അറിയാറുമില്ല. സോ ഇയാളെ പറ്റിയുള്ള കുടുംബത്തിനെ പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇയാളുണ്ടെങ്കിൽ മാനസികമായിട്ട് പ്രശ്നമുള്ള ഒരാളാണ്. പക്ഷേ ആരോടും ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല. അതവിടെ തന്നെ വീട്ടിൽ നിൽക്കുക ഇഷ്ടമില്ലാത്ത ഒരാളും കൂടെയാണ്. എപ്പോഴും പലയിടങ്ങളിലൊക്കെ പോകുന്നതാണ്. പക്ഷേ ആരോടും ഇതിൽ ഉപദ്രവിക്കുക അങ്ങനത്തുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇതേപോലത്തുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത്. ഇത് നടന്നിരിക്കുന്നത് ഞായറാഴ്ചയാണ്. സോ ഇത് കഴിഞ്ഞ് ഈ സംഭവം നടന്നിട്ട് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ ആൾക്കാരെ ഉണ്ടെങ്കിൽ അറസ്റ്റ് പോലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബോഡി എവിടെ കിടക്കുന്നതെന്നോ അല്ലെങ്കിൽ അടുത്തു നിന്ന് എടുക്കാനോ പോലീസ് തയ്യാറായില്ല. ഒരു 2-3 മണിക്കൂർ ശേഷമാണ് പിന്നെ ഈ ബോഡി അവിടെ നിന്ന് എടുക്കുന്നത് തന്നെ. ഇതിപ്പോൾ ഭയങ്കര പതിവായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമായിരുന്നാൽ പോലും ആൾക്കാരെല്ലാം ചേർന്നിട്ടുണ്ട് ഒരാളെ അടിച്ചു കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇതിലുണ്ടെങ്കിൽ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തുമെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ പാതി പേരും ജാമ്യത്തിലാണ് വെളിയിൽ വരുന്നത്. വലിയൊരു കേസ് ഇതിൻ്റെ പിന്നെ അങ്ങോട്ട് നടക്കത്തൊന്നുമില്ല. ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ രക്ഷപ്പെടുകയും ചെയ്യും. സോ ഇത് കണക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. ഇതൊരു മലയാളി കൂടിയാണ്. ഇതൊക്കെ ഈ സംഭവം നടന്ന 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കരമായിട്ട് ന്യൂസ് ആവുന്നത് പോലും. ഇല്ല അവിടെയൊക്കെ ആണെങ്കിൽ കുറച്ച് പേര് അറിയുന്നതല്ലാതെ ബാക്കിയുള്ളവർക്കുണ്ടെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള ഇൻഫോർമേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് കിട്ടിയിട്ടൊന്നുമില്ല. സോ എന്തായിരുന്നാലും ശരി, അവരുടെ കുടുംബത്തിന് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. ഇനി അവിടെ എന്ത് നടന്നതെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് തന്നെയാണോ കറക്റ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിൻ്റെ പിറവിലുണ്ടോ എന്നുള്ളതും ഒന്നും അറിയാൻ സാധിച്ചിട്ടില്ല.